വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിൽ നിങ്ങൾക്ക് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ. അപ്പം അതുപോലെ 42ലും ഒരു ക്വസ്റ്റ്യൻ കാണും. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. പിന്നെ നമുക്ക് 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, എ പാർട്ടിൽ എന്താണ് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോവിങ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ കൊവാലന്റ് ക്യാരക്ടർ. കൊവാലന്റ് ക്യാരക്ടറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് എന്ത് വന്നിട്ടുണ്ട്, കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട് അല്ലേ. സിലിക്കണിൻ്റെ ടെട്രാക്ലോറോ കാർബൺ അല്ലേ. അതുപോലെ തന്നെ ടിന്നിൻ്റെയും ജെർമേനിയത്തിൻ്റെ ഒക്കെ 4 ഹാലോജൻ ആറ്റം, 4 ക്ലോറിൻ ആറ്റമായിട്ട് ബോണ്ട് ചെയ്തിട്ടുള്ള കോമ്പൗണ്ടാണ് നിങ്ങളോട് തന്നിട്ടുള്ളത് അല്ലേ. അപ്പം ഇതിനകത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കൊവാലൻ്റ് ക്യാരക്ടറിനനുസരിച്ചിട്ട് ഇവയെ അറേഞ്ച് ചെയ്യാനാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കാം, ഇതിലൊക്കെ ഉള്ളത് ആരാണ്, നമ്മളെ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ് അല്ലേ. ലെഡ് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട് അല്ലേ. നമ്മളെ 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് അല്ലേ. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ലെഡിൻ്റെ ഇവിടെ തന്നിട്ടില്ല. ഓക്കെ. ഇതൊക്കെ എന്താണ്, Cl4 അല്ലേ. Cl4ആയിട്ട് എന്ത് ചെയ്യാണ്, ബോണ്ട് ഫോം ചെയ്യാണ് അല്ലേ. 4 ക്ലോറിൻ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാണ്. ടെട്രാ ക്ലോറോ കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ Cl4 സെയിം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിലെല്ലാത്തിലും ഡിഫറെൻ്റ് വരുന്നത് നമ്മുടെ കാറ്റയോൺസ് അല്ലേ. സിലിക്കണ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് അല്ലേ. 4 Cl, ഒരു Cl -1 ആണ്. അപ്പോൾ 4 മൈനസ് വരുമ്പോൾ ബാക്കി, അപ്പോൾ ഇവിടെ ന്യൂട്രൽ ആവണമെന്നുണ്ടെങ്കിൽ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരണം അല്ലേ. ഇതുപോലെ ഇവിടെയും +4 ആണ്. SN +4 ആണ്. ജെർമേനിയം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ കൊവാലന്റ് ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊവാലന്റ് ക്യാരക്ടർ എപ്പോഴാണ് കൂടാന്ന് അറിയണ്ടേ, കാറ്റയോണിൻ്റെ സൈസ് കുറവായിരിക്കണം. ഓക്കെ. സൈസ് ഓഫ് ദി കാറ്റയോൺ കുറവായിരിക്കണം, ചാർജ് കൂടുതലായിരിക്കണം. അപ്പോൾ ആനയോണിൻ്റെ സൈസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം. അപ്പോൾ ആനയോണിൻ്റെ കേസ് നമ്മളിവിടെ ബാധിക്കണില്ല, കാരണം ആനയോൺ എല്ലാത്തിലും സെയിം ആണ്. അപ്പോൾ നമ്മൾ ആനയോണെ നോക്കിയിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. Cl- ആണ് നമ്മുടെ ആനയോണ്. പക്ഷേ നമ്മുടെ കാറ്റയോണാണ് മാറുന്നത് അല്ലേ. കാറ്റയോണാണ് എന്താണ്, സിലിക്കൺ 4+, കാർബൺ 4+, പിന്നെ എന്താണ് SN4+, ദെൻ ജെർമേനിയം Ge4+ അല്ലേ. കാറ്റയോണാണ് മാറ്റം അല്ലേ. അപ്പോൾ കാറ്റയോണിൻ്റെ സൈസിനെയും അതുപോലെ തന്നെ കാറ്റയോണിൻ്റെ ചാർജും എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം. എന്നാലാണ് കൊവാലന്റ് ക്യാരക്ടർ കൂടുക. 2 കണ്ടീഷൻ, കാറ്റയോണിൻ്റെ സൈസ് ചെറുതായിരിക്കണം, അതുപോലെ തന്നെ ചാർജ് കൂടുതലായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, ചാർജ് എല്ലാത്തിനും +4 ആണ് അല്ലേ. അപ്പോൾ ചാർജിനെ നോക്കിയിട്ട് കാര്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സൈസിനെ മാത്രം നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ തന്നിരിക്കുന്ന കാറ്റയോൺസ് എന്താണ്, കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന് അല്ലേ. ഇതൊക്കെയല്ലേ തന്നിട്ടുള്ളത്. ഈ ഇതിൻ്റെ സൈസ് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും എന്താണ്, സൈസ് കൂടി വരികയാണ് ചെയ്യുക അല്ലേ. സൈസ് കൂടുകയാണ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറ്റോമിക് സൈസ് താഴോട്ട് പോകുന്തോറും കൂടുകയാണ് ചെയ്യുക. അപ്പം നമ്മുടെ ഏറ്റവും ചെറിയ ആളാരാണ്, കാർബൺ അല്ലേ. പിന്നെയാണ് സിലിക്കൺ, പിന്നെ ജെർമേനിയം, പിന്നെയാണ് നമ്മുടെ ടിന്ന് വരുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കുറയും തോറും എന്ത് ചെയ്യും, കാറ്റയോണിൻ്റെ സൈസ് കുറയും തോറും നമ്മുടെ കൊവാലന്റ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ കാറ്റയോൺ ആരാണ്, C അല്ലേ. കാർബൺ വരുമ്പോഴല്ലേ ഏറ്റവും ചെറിയ കാറ്റയോൺ ആവുക. ഓക്കെ. അപ്പോൾ Cl4 ആണ് ഏറ്റവും ചെറിയ ആളല്ലേ. അപ്പോൾ അതിനാണ് കൊവാലന്റ് ക്യാരക്ടർ കൂടുതലുണ്ടാവുക. പിന്നെ ഏറ്റവും ചെറിയ ആളാരാണ്, കാർബൺ കഴിഞ്ഞാൽ പിന്നെ സിലിക്കൺ ആണ്. സിലിക്കൺ 4+ ആണ് ചെറുത്. അപ്പോൾ SiCl4 ആണ് പിന്നെ വരുന്നത്. ദെൻ പിന്നെ ആര് വരും, കാർബൺ, സിലിക്കൺ, ജെർമേനിയം അല്ലേ അടുത്ത ആള്. ജെർമേനിയം Cl4 വരും. പിന്നെ വരുന്നത്
വരുന്നത് ആരാണ്? പിന്നെയാണ് നമ്മളെ ടിന്ന് SnCl4 വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ എല്ലാവരും ചാർജ് സെയിം ആണ്, അതുപോലെ തന്നെ ആനിയോണും സെയിം ആണ്. അപ്പോൾ നമ്മൾ കാറ്റയോണിൻ്റെ സൈസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻക്രീസിങ് സൈസ് ഏറ്റവും കുറഞ്ഞ ആൾക്ക് കൊവാലൻ ക്യാരക്ടർ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് നിങ്ങളതിനെ അറേഞ്ച് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡു ദ bond angles vary among the following hydrides? ഓക്കെ, NH3, PH3, AsH3 ആർസെനിക് ഹൈഡ്രൈഡ് ആണ്, SbH3. ഓക്കെ, അപ്പോൾ ഇത്രയും ഹൈഡ്രൈഡ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ബോണ്ട് ആംഗിളിൻ്റെ ഓർഡറിൽ എഴുതാനാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്, അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ബോണ്ട് ആംഗിൾ വേരി ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കാം. The bond angles of group 15 hydrates decreases down the group. അതായത് ഗ്രൂപ്പ് 15 എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആൻറ്റിമണി, ബിസ്മത്ത് അല്ലേ? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആൻറ്റിമണി, ബിസ്മത്ത് അല്ലേ? ഇതിൻ്റെയൊക്കെ ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഹൈഡ്രേറ്റ്സ് പറഞ്ഞാൽ ഹൈഡ്രജനുമായിട്ട് ഫോം ചെയ്യുന്നത്. നൈട്രജന് എന്ത് ഫോം ചെയ്യും? NH3, ഫോസ്ഫറസ് PH3, ആർസെനിക് AsH3, ആൻറ്റിമണി എന്ത് ഫോം ചെയ്യും? SbH3. ഓക്കെ, ബിസ്മത്തിനെ നമുക്ക് തന്നിട്ടില്ല ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മൾ ഇത്രയും കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ആംഗിൾ ആർക്കാണ് കൂടുതൽ എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഓർഡർ എങ്ങനെയാണ്, എവിടെ ഗ്രൂപ്പിൽ കുറയാണോ കൂടാണോ എന്നൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ. ദ ബോണ്ട് ആംഗിൾ ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് താഴോട്ട് പോകുന്നതോറും ഈ ഹൈഡ്രൈഡ്സിൻ്റെ ബോണ്ട് ആംഗിൾ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂ ടു ഇൻക്രീസിങ് ദ സൈസ് ആൻഡ് ഇലക്ട്രോൺ ഡിക്രീസ് ഇൻ ദ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. നമ്മൾ പറഞ്ഞു ഒരു ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും എന്താ ചെയ്യുക? സൈസ് കൂടുകയാണ് ചെയ്യുക അല്ലേ? സൈസ് സെൻട്രൽ ആറ്റത്തിൻ്റെ നൈട്രജൻ്റെ, ഫോസ്ഫറസിൻ്റെ, ആർസെനിക്കിൻ്റെ ഒക്കെ സൈസ് എന്താ ചെയ്യുക? താഴോട്ട് പോകുന്തോറും സൈസ് കൂടാണ്. നൈട്രജനെക്കാട്ടിലും ഫോസ്ഫറസിൻ്റെ സൈസ് കൂടുതലാണ്. പിന്നെ അങ്ങനെ താഴോട്ട് സൈസ് കൂടി വരികയാണ്. അതുപോലെ സൈസ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് എന്ത് കുറയും? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇലക്ട്രോണെ വലിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? കുറയും ചെയ്യും. ഓക്കെ, then the lone pair on the central atom repel the bond pairs less effectively as the atomic size increases, leading to smaller bond angles. ഓക്കെ, അതായത് നമ്മുടെ ലോൺ പെയർ ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ ഇവിടെ നൈട്രജൻ NH3 കേസിൽ നോക്കൂ. NH3 ഒരു ലോൺ പെയർ ഉണ്ട്, 3 ഹൈഡ്രജൻ അല്ലേ? അപ്പോൾ ഈ NH ബോണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് 107 ഡിഗ്രി അല്ലേ? 107 ഡിഗ്രിയാണ്. 107.3 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ അമോണിയയിൽ 107 ഡിഗ്രി ഒക്കെ ബോണ്ട് ആംഗിൾ വരുന്നുണ്ട്. എന്നാൽ അടുത്ത ആളാരാണ്? PH3 അല്ലേ? ഫോസ്ഫറസ് അല്ലേ? PH3 വരുന്ന കേസിൽ എന്തായിരിക്കും? ഈ ലോൺ പെയർ PH3 ഈ ഫോസ്ഫറസ് കുറച്ചുകൂടി നമ്മുടെ നൈട്രജനെക്കാട്ടിലും വലിയ ആളായിരിക്കും. അപ്പം അതിനകത്ത് ബോണ്ട് പെയറും ലോൺ പെയറും തമ്മിലുള്ള റിപ്പൾഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കുറവായിരിക്കും. അപ്പോൾ ആ റിപ്പൾഷൻ കുറവായത് കാരണം അവിടെ ബോണ്ട് പെയർ നമ്മുടെ 107-നെക്കാട്ടിലും കുറവായിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത ആൾ വരുമ്പോൾ ഫോസ്ഫറസ് കഴിഞ്ഞ് ആർസെനിക് വരുമ്പോൾ അതിൻ്റെ സൈസ് കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ ബോണ്ട് പെയർ ലോൺ പെയർ റിപ്പൾഷൻ കുറവായിരിക്കും. അപ്പോൾ പിന്നെ ബോണ്ട് ആംഗിൾ കുറയും. ഓക്കെ, അപ്പോൾ ഈ ബോണ്ട് പെയർ ലോൺ പെയർ റിപ്പൾഷൻ കുറവാകാണ് സൈസ് കൂടുന്തോറും. അപ്പോൾ അതിനനുസരിച്ച് ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ താഴോട്ട് പോകുന്തോറും ബോണ്ട് ആംഗിൾ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ ഉള്ള ആർക്കാണ്? NH3 അല്ലേ? പിന്നെയാണ് ഒരു ആര്? PH3, പിന്നെയാണ് AsH3, ദെൻ SbH3. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരിക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇതിൽ 2 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡസ് ദ കോവാലന്റ് ക്യാരക്ടർ ഓഫ് ഹാലൈഡ്സ് ഓഫ് ആൻ എലമെന്റ് ചേഞ്ച് വിത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ എലമെന്റ്? ഓക്സിഡേഷൻ സ്റ്റേറ്റും കോവാലന്റ് ക്യാരക്ടറും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്.
കൊവാലൻ ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ചിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് കൊവാലൻ ക്യാരക്ടർ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കൂ. Higher oxidation state of an element generally increases with covalent character. Okay, അതായത് higher oxidation state അല്ലേ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊവാലൻ ക്യാരക്ടർ കൂടാനാണ് സാധ്യത. എങ്ങനെയൊന്ന് നോക്കാം. ആസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻക്രീസസ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുക അല്ലേ, അതായത് ഇപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കോപ്പർ +1 ആണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുക പറഞ്ഞാൽ +2 ആയി അല്ലേ, ഇനി +3 +4 അങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്തോറും എന്ത് ചെയ്യും, എലമെൻറ്റിൻ്റെ സൈസ് എന്ത് ചെയ്യും, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്, ദ സൈസ് ഓഫ് ദ അയോൺ ഡിക്രീസസ് അല്ലേ. ഇത് ഓരോ ഇലക്ട്രോൺ ഇങ്ങനെ കുറഞ്ഞു പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മളെ കാറ്റയോണിൻ്റെ സൈസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്ത് പോവും. ദെൻ ആൻഡ് പോളറൈസിങ് പവർ ഇൻക്രീസസ്. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മളെ കൊവാലൻ്റ് ക്യാരക്ടർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കാറ്റയോൺസിൻ്റെ സൈസ് എന്തായിരിക്കണം, സ്മോളർ ആയിരിക്കണം അല്ലേ. അപ്പോൾ സ്മോളർ ആയാൽ കാറ്റയോൺസിന് പെട്ടെന്ന് ആനയോൺസിനെ പോളറൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ പോളറൈസിങ് പവർ കൂടുതലാകും. ഓക്കെ, അപ്പോൾ പോളറൈസിങ് പവർ കൂടുതലാവുക എന്ന് പറഞ്ഞാൽ കൊവാലൻ്റ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്തോറും +1 +2 +3 പറഞ്ഞാൽ ഇങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുക പറഞ്ഞാൽ ഓരോ ഇലക്ട്രോൺസിനും ഇങ്ങനെ റിമൂവ് ചെയ്ത് പോവുകയാണ് അല്ലേ. +1 പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പോയി, +2 പറഞ്ഞാൽ വീണ്ടും 2 ഇലക്ട്രോൺ പോയി, +3 പറഞ്ഞാൽ 3 ഇലക്ട്രോൺ പോയി. അങ്ങനെ ഇലക്ട്രോൺസ് പോകും തോറും നമ്മുടെ കാറ്റയോണിൻ്റെ സൈസ് എന്താ ചെയ്യുക, കുറയാണ് ചെയ്യുക. സൈസ് കുറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പോളറൈസിങ് പവർ കൂടും. ഓക്കെ, പോളറൈസിങ് പവർ കൂടിയാൽ അതിൻ്റെ കൊവാലൻ ക്യാരക്ടർ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സൈസ് കുറയുമ്പോൾ കാറ്റയോണിൻ്റെ സൈസ് കുറയുമ്പോൾ കൊവാലൻ ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പോൾ കൊവാലൻ ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Give the equation for the formation of following from the elements Al2O3 CCl4. ഇത് രണ്ടും അതിൻ്റെ എലമെൻസിൽ നിന്ന് ഫോം ചെയ്യുന്നതിനുള്ള ഇക്വേഷനാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പം എലമെൻറ്റ്സ് Al2O3 എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആണുള്ളത്? അലുമിനിയം ഉണ്ട്, ഓക്സിജനും ഉണ്ട് അല്ലേ. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് എങ്ങനെയാണ് Al2O3 ഫോം ചെയ്യുക? അപ്പോൾ Al2O3 ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? Al2O3 അല്ലേ, 4 അലുമിനിയം 3 ഓക്സിജൻ കൊടുത്താൽ 2 Al2O3 ഫോം ചെയ്യും. ഓക്കെ, ഇനി CCl4 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെ എലമെൻറ്റ്സ് കാർബണും ക്ലോറിനും അല്ലേ. ഒരു CCl4 ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാർബണും 2 ക്ലോറിൻ മോളിക്യൂളുമാണ് അല്ലേ, 2 Cl2, അപ്പം മൊത്തം 4 ക്ലോറിൻ ആയില്ലേ, അപ്പോൾ CCl4 ആയിട്ട് മാറി. അതുപോലെ ഇവിടെ ഒറ്റ Al2O3 ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വേണം? 2 അലുമിനിയം 3 ഓക്സിജനുമാണ് വേണ്ടത് അല്ലേ. ഈ 3 ഓക്സിജൻ പറഞ്ഞാൽ പോസിബിൾ ആണോ? അങ്ങനെ ഒറ്റയ്ക്ക് ഓക്സിജൻ അല്ല, O2 മോളിക്യൂളായിട്ടാണ് വരിക അല്ലേ. അപ്പോൾ 3 ഓക്സിജൻ ആണെങ്കിൽ 3 O2, അപ്പോൾ അവിടെ മൊത്തം 6 വന്നു അല്ലേ. 3 × 2 മൊത്തം 6 ഓക്സിജൻ വന്നു. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 4 അലുമിനിയം എടുത്തത്. ഓക്കെ, അപ്പോൾ 4 അലുമിനിയം 3 ഓക്സിജനും കൂടി ചേർന്നിട്ട് Al2O3, ഒരു കാർബണും 2 Cl2 മോളിക്യൂളും കൂടി ചേർന്നിട്ട് CCl4. അപ്പോൾ എലമെൻസിൽ നിന്ന് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അപ്പം നമ്മുടെ എ പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. 43ാമത്തെ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബി പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇത് ഓരോ ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒന്ന് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി, എയോ ബിയോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബി പാർട്ടാണ് നോക്കാൻ പോകുന്നത്. നോക്കൂ. ഹൗ ഡസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അയണൈസേഷൻ എനർജി ഓഫ് ആൻ ആറ്റം വാരി അലോങ് ദ പീരീഡ് ഇൻ ദ പീരിയോഡിക് ടേബിൾ? ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മളെ പീരിയോഡിക് ടേബിളിൽ അയണൈസേഷൻ എനർജി എങ്ങനെയാണ് വാരി ചെയ്യുന്നത് അലോങ് ദ പീരീഡിൽ? ഓക്കെ, ഇപ്പോൾ പീരിയോഡിക് ടേബിളിനകത്ത്
പീരീഡിൽ എങ്ങനെ അയണൈസേഷൻ എനർജി വാരി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വേരിയേഷൻ ഓഫ് ionization energy along the period. As we move across a period from left to right in the periodic table, the ionization energy increases. Okay, അതായത് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി എന്തിനു വേണ്ടിയിട്ടുള്ള എനർജിയാണ്? നമ്മളെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോഡിനെ എന്ത് ചെയ്യാൻ, വിഡ്രോ ചെയ്യാനുള്ള എനർജിയാണ് അല്ലേ. അപ്പോൾ നമ്മളെ എന്താണ് ഹൈഡ്രജൻ അല്ലേ, ഹൈഡ്രജനിൽ എന്താണ് 1s ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ഈ ഒരു ഇലക്ട്രോണിനെ അതിനെ റിമൂവ് ചെയ്തിട്ട് ഹൈഡ്രജനെ H+ ആക്കി മാറ്റണം അല്ലേ. ഒരു ഇലക്ട്രോണ് അതിൻ്റെ വാലൻസ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ, ഐസൊലേറ്റ് ചെയ്യാനുള്ള എനർജി, അതിനെ എടുക്കാനുള്ള എനർജിനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുക. അപ്പോൾ ഇതെന്തായിട്ട് മാറും? H+ ആയിട്ട് മാറും അല്ലേ. അതുപോലെ നമ്മുടെ നൈട്രജൻ്റെ കേസിൽ 2s2 2p3 ആണല്ലേ വാലൻസ് ഷെല്ലിൽ വരുന്നത്. അപ്പോൾ ഇതിലൊരു ഇലക്ട്രോണിനെ എടുക്കാനുള്ള എനർജി, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ എടുക്കാനുള്ള എനർജി, അവിടുന്ന് എടുത്തിട്ട് അതിനെ ഒരു അയോൺ ആക്കി മാറ്റാനുള്ള എനർജിനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അയണൈസേഷൻ എനർജി നമ്മുടെ പീരിയോഡിക് ടേബിൾ എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ പീരിയോഡിക് ടേബിളിനകത്ത് അലോങ് ദ പീരീഡ്, ഓക്കെ, പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ അല്ലേ, പീരിയോഡിക് ടേബിൾ ഇങ്ങനെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പീരീഡിൽ ഇങ്ങോട്ട് പോകുന്തോറും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും എന്താ ചെയ്യുക? എലമെൻറ്റ്സിൻ്റെ സൈസ് എന്താ ചെയ്യുക? ഇവിടെ കൂടുതലായിരിക്കും. സൈസ് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരിക ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും എന്ത് ചെയ്യും? സൈസ് കൂടും. ഓക്കെ, ഇതിനെക്കാട്ടിൽ സൈസ് കൂടുതലായിരിക്കും, പക്ഷേ ഇതിനെക്കാട്ടിലും എന്തായിരിക്കും? സൈസ് കുറവായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ അലോങ് ദ പീരീഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആറ്റത്തിൻ്റെയൊക്കെ സൈസ് എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുന്നത്. സൈസ് ലെഫ്റ്റ് ടു റൈറ്റ് കുറയാണ് ചെയ്യുക. സൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. അതായത് ന്യൂക്ലിയസിനൊരു ചാർജ് ഉണ്ട് അല്ലേ. അപ്പോൾ ചെറിയ എന്താണ് ആറ്റാണെന്നുണ്ടെങ്കിൽ ആ ന്യൂക്ലിയസ് പറഞ്ഞാൽ നടുക്ക് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ചെറിയ ആറ്റാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺസിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അട്രാക്ട് ചെയ്ത് പിടിക്കാൻ പറ്റില്ലേ ന്യൂക്ലിയസിന്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് വന്നിട്ട് എനർജി കൊടുത്താലും എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനൊരു ഇലക്ട്രോണിനെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ. അപ്പം അതിന് നല്ല എനർജി കൊടുക്കേണ്ടി വരും അല്ലേ. നേരെ മറിച്ച് ഒരു വലിയ ആറ്റാണ് വിചാരിക്കാം. ഒരു വലിയ ആറ്റത്തിൽ ഇങ്ങനെ കുറേ ഷെൽസ് കാര്യങ്ങളും ഉണ്ടാവും അല്ലേ. ഒരു വലിയ ആറ്റയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ന്യൂക്ലിയസിന് എന്തുണ്ടായിരിക്കില്ല? ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയർ ചാർജ് അധികമൊന്നും ഇവിടെ അട്രാക്ഷൻ ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ ന്യൂക്ലിയസിന് വലിയ നോട്ടമൊന്നും ഉണ്ടാവില്ല, വലിയ അട്രാക്ഷനൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു ചെറിയ എനർജി കൊടുത്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് എടുക്കാൻ പറ്റൂലേ. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്തോറും അയണൈസേഷൻ എനർജി കൂടുകയാണ് ചെയ്യുക അല്ലേ, കുറയുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ സൈസ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ നമ്മൾ കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമേ നമുക്ക് അതിന് ഇലക്ട്രോൺസിനെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സൈസ് കുറയുന്തോറും അയണൈസേഷൻ എനർജി എന്താ ചെയ്യുന്നത്? അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അലോങ് ദ പീരീഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും അയണൈസേഷൻ എനർജി സൈസ് എന്താ ചെയ്യുക? സൈസ് ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, as we move across a period from left to right in the periodic table, അയണൈസേഷൻ എനർജി എന്താ ചെയ്യുക? ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദ അറ്റോമിക് റേഡിയസ് ഡിക്രീസസ് and the effective nuclear charge on the valence electron increases, making it harder to remove an electron. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അറ്റോമിക് സൈസ് എന്താ ചെയ്യുക? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അത് ഡിക്രീസ് ചെയ്യുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രോണിനെ പുറത്തെടുക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ അയണൈസേഷൻ എനർജി കൂടുതലാണ്. ഓക്കെ അല്ലേ?
അപ്പോൾ അയണൈസേഷൻ എനർജീൻ്റെ ട്രെൻഡ് നമ്മൾ പറഞ്ഞു, അതിനുള്ള റീസണും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്കസ് ദ ട്രെൻഡ്സ് ഇൻ ദ കെമിസ്ട്രി ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ദ ഫോളോവിങ്. ഓക്കെ, ഇപ്പോൾ നമ്മളോട് ട്രെൻഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ. ഓക്കെ, അസിഡിക് ആൻഡ് ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ്സ്. Acidic and basic nature of oxides. Okay. Acidic and basic nature of oxides ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്സൈഡ്സ് ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്താണ്? മോർ അസിഡിക് ആണ് ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് ദ പീരീഡ്. ഓക്കെ, നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കേസിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 13, 14, 15, 16, 17, 18 അല്ലേ? ഇത്രയും ഗ്രൂപ്പ് എലമെൻസിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുക. ഈ പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താണ്? അസിഡിക് ക്യാരക്ടർ അല്ലേ? നമ്മൾ പറഞ്ഞു ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് പോകുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ അസിഡിക് ക്യാരക്ടർ എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യാണ്. മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് ദ പീരീഡ് അവിടെ എന്തായിരിക്കും? എലമെൻറ്റ്സ് ബിക്കം മോർ അസിഡിക്. ഓക്കെ, then tend to be form basic oxides while those in the right form okay, ഒന്നുകൂടെ പറയാം. The oxides of P block elements become more acidic as we move from left to right across a period. അപ്പോൾ നമ്മൾ പി ബ്ലോക്ക് എലമെൻസിൻ്റെ എന്താണ്? ഓക്സൈഡ്സ് അല്ലേ? ഇവിടെ ഓക്സൈഡ്സ് ബെറിലിയം അല്ലേ? ബെറിലിയം ഉണ്ട്, അലുമിനിയം ഉണ്ട്, ബെറിലിയം അല്ല, ബോറോണിൻ്റെ ഓക്സൈഡ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് CO2, ഇവിടെ നൈട്രജൻ്റെ ഓക്സൈഡ് NO2, ദെൻ ഓക്സിജൻ സൾഫറിൻ്റെ ഓക്സൈഡ് SO2. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതോറും ഓക്സൈഡ്സ് ഉണ്ട് അല്ലേ? ആ ഓക്സൈഡ്സിൻ്റെ അസിഡിക് ക്യാരക്ടർ എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് അസിഡിക് ക്യാരക്ടറാണ് കൂടുതലെങ്കിൽ ഇവിടെയുള്ള ആൾക്ക് എന്തായിരിക്കും? ബേസിക് ക്യാരക്ടർ ആയിരിക്കും കൂടുതൽ. ഇങ്ങോട്ട് പോകുന്നതോറും എന്താണ്? അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എലമെൻറ്റ്സ് ഓൺ ദ ലെഫ്റ്റ് ടെൻ ടു ഫോം ബേസിക് ഓക്സൈഡ്സ്. ഓക്കെ, ലെഫ്റ്റിലുള്ള ആൾക്കാർക്ക് അധികം ബേസിക് ഓക്സൈഡ്സ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ റൈറ്റിലുള്ള ആൾക്കാർ എന്തായിരിക്കും? അസിഡിക് ഓക്സൈഡ്സ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ലെഫ്റ്റിലുള്ള ആൾക്കാരുടെ ഓക്സൈഡ്സ് ബേസിക് ആയിരിക്കും, റൈറ്റിലുള്ള ആൾക്കാരുടെ ഓക്സൈഡ്സ് അസിഡിക് ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താണ്? ഓക്സൈഡ്സിൻ്റെ അസിഡിറ്റി എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യാണ്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? അയണിക് ആൻഡ് കോവാലന്റ് നേച്ചർ ഓഫ് ഹൈഡ്രേറ്റ്സ്. പി ബ്ലോക്ക് എലമെൻസിൽ ഹൈഡ്രേറ്റ്സിൻ്റെ അയണിക് ആൻഡ് കോവാലന്റ് നേച്ചറിൻ്റെ ട്രെൻഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അയണിക് ക്യാരക്ടർ ഓഫ് ദി ഹൈഡ്രേറ്റ്സ് decreases as we move across the period. Elements on the left form ionic hydrates while elements on the right form covalent hydrates. ഇപ്പോൾ നമ്മൾ പി ബ്ലോക്ക് പറഞ്ഞു അല്ലേ? പി ബ്ലോക്ക് നമ്മൾ പറഞ്ഞു. ഈ പി ബ്ലോക്കിനകത്ത് എന്താണ്? 13, 14, 15, 16, 17, 18 അല്ലേ? എത്രയാണ് പി ബ്ലോക്ക്? പി ബ്ലോക്കിൽ 13 ബോറോണിൻ്റെ ഹൈഡ്രേറ്റ് BH3 അല്ലേ? B2H6, BH3 ഒക്കെ. ദെൻ കാർബണിൻ്റെത് CH4, നൈട്രജൻ്റെത് NH3, ദെൻ പിന്നെ വരുന്നത് നമ്മുടെ 15 ഗ്രൂപ്പ് ഓക്സിജൻ്റെത് H2O, ദെൻ പിന്നെ നമ്മൾ വരുന്ന എന്താണ്? 17ാം ഗ്രൂപ്പിൽ വരുന്നത് HCl അല്ലേ? ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹൈഡ്രജനുമായിട്ടുള്ള കോമ്പൗണ്ട് ആണല്ലോ ഹൈഡ്രേറ്റ്. അപ്പോൾ ഈ ഹൈഡ്രേറ്റിൻ്റെ എന്ത് കൂടുതലാണ്? അയണിക് ക്യാരക്ടർ അല്ലേ? As we move across the period, ionic character of hydrates എന്താ ചെയ്യുക?
ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അയണിക് ഇങ്ങനെ ഇങ്ങോട്ട് പോകും തോറും നമ്മുടെ എന്ത് ചെയ്യും, സൈസ് കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അയണിക് ക്യാരക്ടർ എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഹൈഡ്രേറ്റ്സിൻ്റെ അയണിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്താണ്, അപ്പോൾ കൊവാലന്റ് ക്യാരക്ടറാണ് ഇങ്ങോട്ട് പോകുന്നതോറും ഹൈഡ്രേറ്റ്സിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ലെഫ്റ്റിലുള്ള ആൾക്ക് എന്തായിരിക്കും, അയണിക് ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ റൈറ്റിലുള്ള ആൾക്കാർക്ക് എന്തായിരിക്കും, റൈറ്റിലുള്ള ഹൈഡ്രേറ്റ്സിന് മോർ കൊവാലന്റ് ക്യാരക്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അറേഞ്ച് ദ ഫോളോവിങ് ആറ്റംസ് ഇൻ ദ ഓർഡർ ഓഫ് ദർ ഇൻക്രീസിങ് അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് നിങ്ങളോട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഹീലിയം, ബെറിലിയം, നൈട്രജൻ, അതുപോലെ സോഡിയം, 4 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് അയണൈസേഷൻ എനർജി കൂടുതലാവുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞത് മുതൽ കൂടുന്നത് വരെ, കൂടിയ ആൾ വരെയുള്ള ഓർഡറിൽ എഴുതണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ആരൊക്കെയാണ്, ഹീലിയം ഉണ്ട്, ഹൈഡ്രജൻ ഇല്ല സോറി, ഹീലിയം ഉണ്ട്, സോഡിയം ഉണ്ട്, ബെറിലിയം ഉണ്ട്, നൈട്രജൻ ഉണ്ട് അല്ലേ. ഇതിൻ്റെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ, ഹീലിയത്തിൻ്റെ 2 സോഡിയത്തിൻ്റെത് 23 അതിൻ്റെ മാസ് നമ്പറാണ്. ബെറിലിയത്തിൻ്റെത് 3 ആണ്, നൈട്രജൻ്റെത് 7 ആണ് എന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, പീരിയോഡിക് ടേബിളിനെ കുറിച്ചൊരു ജനറൽ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്താണ്, ലിഥിയം അല്ലേ, ഹൈഡ്രജൻ ഇവിടെ കഴിഞ്ഞിട്ട് എന്താണ്, ഇവിടെയാണ് നമ്മുടെ ഹീലിയം വരുന്നത്. ദെൻ ഇത് താഴെ ലിഥിയം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സോഡിയം വരുന്നത് അല്ലേ. ഇതിന് നേരെ ഇങ്ങനെ പോയിട്ട് പി ബ്ലോക്കിലാണ് നമ്മുടെ, പി ബ്ലോക്കിൽ 15ാമത്തെ ഗ്രൂപ്പിലാണ് നമ്മുടെ ആര് വരുന്നത്, സോഡിയം അല്ല, നമ്മുടെ നൈട്രജൻ വരുന്നത്. ദെൻ ലിഥിയം കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ബെറിലിയം അല്ലേ. ഇത്രയും എലമെൻസിനെ കുറിച്ചേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് താഴോട്ട് പോകുന്തോറും എന്താണ്, സൈസ് കൂടുകയാണ്, ഇങ്ങോട്ട് പോകുന്തോറും സൈസ് കുറയാണ് അല്ലേ. അപ്പോൾ നമ്മളെ പീരിയോഡിക് ടേബിൾ നമ്മൾ പറഞ്ഞു, സൈസ് കുറയും തോറും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും, അയണൈസേഷൻ എനർജി എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും സൈസ് കുറവായിരിക്കും, ഇവിടെ സൈസ് കൂടുതലാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്തോറും എന്ത് ചെയ്യും, സൈസ് കുറഞ്ഞു വരും അല്ലേ. ഇനി ഇത് താഴോട്ട് ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും സൈസ് കൂടി വരും അല്ലേ. അപ്പോൾ സൈസ് കൂടി വരും. ഇപ്പോൾ ഹീലിയത്തിനെക്കാട്ടിലും സൈസ് കൂടുതലായിരിക്കും അടുത്ത ആൾക്ക്. അപ്പോൾ ഇവിടെ ഏറ്റവും സൈസ് കുറവുള്ള ആളാരാണ്, ഹീലിയത്തിലാകെ 4 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ ഹീലിയത്തിനാണ് ഏറ്റവും സൈസ് 2 ഇലക്ട്രോണേ ഉള്ളൂ കേട്ടോ. ഹീലിയത്തിന് 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഹീലിയത്തിനാണ് ഏറ്റവും സൈസ് കുറവ് അല്ലേ. അതുപോലെ നമ്മളെ ഹീലിയം എവിടെ വരുന്നതാണ്, നോബിൾ ഗ്യാസ് ആണ്. നോബിൾ ഗ്യാസ് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2 ആണ്. അപ്പോൾ ഈ 1s2 വരുന്നത് കാരണം എന്താണ്, 1s കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അല്ലേ. അപ്പോൾ അതിന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം പോരാത്തിന് ഹീലിയം ചെറിയൊരു ആറ്റമാണ്. അപ്പോൾ 2 ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാണ്, സ്ട്രോങ് ആയിട്ട് നമ്മൾ ന്യൂക്ലിയസ് ഇങ്ങനെ പുൾ ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതിനൊന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ആർക്കായിരിക്കും, ഹീലിയത്തിനായിരിക്കും അല്ലേ. അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതലുള്ളത് ഹീലിയം. ഓക്കെ, ഇനി അയണൈസേഷൻ എനർജി, അപ്പോൾ ഒരാളെ നമ്മളിന്ന് കട്ടായി. പിന്നെ വരുന്നത് ആരായിരിക്കും, സോഡിയം, ബെറിലിയം, നൈട്രജൻ. ഓക്കെ, ഇനി ആരായിരിക്കും ചെറുത്, ഇനി വരുന്നതിന് എന്താണ്, ഈ ഒരു പീരീഡിലുള്ള ഫസ്റ്റത്തെ പീരീഡിലുള്ള ആൾക്കാർ കഴിഞ്ഞു അല്ലേ. പിന്നെ വരുന്നത് ലിഥിയം, ബെറിലിയം, പിന്നെ അങ്ങോട്ട് പോയി നൈട്രജൻ ആണല്ലേ. പിന്നെ ചെറുത് വരുന്നത് നൈട്രജൻ ആണ്. ഓക്കെ, നൈട്രജനും ബെറിലിയം. ഓക്കെ, ഈ നൈട്രജൻ കേസിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p3 ആണ്. അതായത് 2p3 എന്ന് പറഞ്ഞാൽ ഹാഫിലാണ്, 3 പിയിൽ 3 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഹാഫിലാണ്. മൊത്തം 6 ഇലക്ട്രോൺസ് ആണ് പിയിൽ കൊള്ളുക. എന്താണ് 2p3 എന്ന് പറയുമ്പോൾ
ഹാഫ് ഫിൽഡ് പി ഓർബിറ്റലാണ് അല്ലേ. ഇത് മോർ സ്റ്റേബിൾ ആണ്. അപ്പം ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ എടുക്കുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഹൈ എനർജി കൊടുക്കേണ്ടി വരും. മോറോവർ നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത് ബെറിലിയത്തിനെക്കാട്ടിലൊക്കെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതിന് ഇലക്ട്രോൺസിനെ വലിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹീലിയത്തിനെക്കാട്ടിലും നൈട്രജൻ വലുതാണല്ലോ. അപ്പോൾ അടുത്ത ആളാരായിരിക്കും? നൈട്രജൻ അല്ലേ. ദെൻ ഇനി ബെറിലിയാണോ സോഡിയം ആണോ? ഓക്കെ, ഇപ്പോൾ ബെറിലിയത്തിനെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സൈസ് വെച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ എലമെൻറ്റ്സ് ഏകദേശം പീരിയോഡിക് ടേബിളിൽ എവിടെ വരുന്നു എന്ന് അറിഞ്ഞാൽ അതിൻ്റെ സൈസ് അറിയാൻ പറ്റും അല്ലേ. അലോങ് ദ പീരീഡ് സൈസ് ഡിക്രീസ് ചെയ്യാണ്, താഴോട്ട് പോകുന്തോറും സൈസ് ഇൻക്രീസ് ചെയ്യാണ്. ദെൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് അത് ഹാഫ് ഫിൽഡ് ആണോ ഫുള്ളി ഫിൽഡ് ആണോ ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി പറയാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിക്രീസിങ് ഓർഡറിൽ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ അയണൈസേഷൻ എനർജിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്, ദ അയണിക് ക്യാരക്ടർ ഓഫ് ഹൈഡ്രേറ്റ് അതല്ല, ഇവിടെയാണ് സോഡിയം, ബെറിലിയം, നൈട്രജൻ, ഹീലിയം. ഓക്കെ, അപ്പം അതിൻ്റെ റീസണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ എലമെൻറ്റ്സിൻ്റെ റീസൺ കൊടുത്തിട്ടുണ്ട്. സോഡിയം ഹാസ് ദ ലോവസ്റ്റ് അയണൈസേഷൻ എനർജി ഡ്യൂ ടു ഇറ്റ്സ് ലാർജ് അറ്റോമിക് സൈസ് ആൻഡ് സിംഗിൾ വാലൻസ് ഇലക്ട്രോൺ. ഓക്കെ, സോഡിയത്തിന് ലാർജ് അറ്റോമിക് സൈസാണ് വരുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു, നമ്മൾ എഴുതിയ ഓർഡർ ഇങ്ങനെയായിരുന്നു അല്ലേ. സോഡിയം, ബെറിലിയം, നൈട്രജൻ, ഹീലിയം അല്ലേ. ഈ ഒരു ഓർഡറാണ് എഴുതിയത്. സോഡിയത്തിൻ്റെത് 11 അല്ലേ. അപ്പോൾ 1s2 2s2 2p6 3s1 അല്ലേ. അപ്പോൾ 3s1 എസ്സിൽ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ നമ്മളെ സോഡിയത്തിൻ്റെ കേസിൽ. ലാർജാണ്, പോരാത്തതിന് അതിൽ വാലൻസ് ഓർബിറ്റിൽ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒറ്റ ഇലക്ട്രോൺ അതിന് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ് 2p6 കോൺഫിഗറേഷൻ വരും അല്ലേ. ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ കിട്ടും. അത് സ്റ്റേബിളാണ്. അപ്പോൾ വേഗം സ്റ്റേബിൾ ആവാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, പെട്ടെന്ന് വിട്ടു കൊടുക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോഡിയം ഹാസ് ദ ലോവസ്റ്റ് അയണൈസേഷൻ എനർജി ഡ്യൂ ടു ഇറ്റ്സ് ലാർജ് അറ്റോമിക് സൈസ് ആൻഡ് സിംഗിൾ വാലൻസ് ഇലക്ട്രോൺ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ആളാണ് ബെറിലിയം. ബെറിലിയം ഹാസ് ദ ഹയർ അയണൈസേഷൻ എനർജി ദാൻ സോഡിയം. സോഡിയത്തിനെക്കാട്ടിലും അയണൈസേഷൻ എനർജി ഉണ്ട് ഡ്യൂ ടു ഇറ്റ് സ്മോളർ സൈസ് ആൻഡ് ഹയർ ന്യൂക്ലിയർ ചാർജ്. അപ്പം ബെറിലിയത്തിന് നമ്മുടെ സോഡിയത്തിനെക്കാട്ടിലും സൈസ് കുറവാണ്. അപ്പം അതിൻ്റെ അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. ദെൻ nitrogen has a half-filled p orbital making it more stable, so it has a higher ionization energy. അപ്പോൾ നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞു 1s2 2s2 2p3 ആണ്. ഹാഫ് ഫിൽഡ് പി ഓർബിറ്റലാണ് ഉള്ളത്. അപ്പോൾ ഇത് മോർ സ്റ്റേബിൾ ആണ്. അപ്പോൾ അതിൽ നിന്നൊരു ഇലക്ട്രോണിനെ കൊടുത്താൽ അത് അൺസ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പോൾ ഇലക്ട്രോണിനെ കൊടുക്കാൻ നൈട്രജന് തയ്യാറാവില്ല. അപ്പോൾ നൈട്രജന് ഇലക്ട്രോണിനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹൈ എനർജി കൊടുത്താൽ മാത്രമേ നൈട്രജന് ഇലക്ട്രോൺസിനെ കൊടുക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ഹീലിയം ഹാസ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി ഡ്യൂ ടു സ്മോൾ സൈസ് ആൻഡ് ഫുള്ളി ഫിൽഡ് അല്ലേ. നമ്മുടെ ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ 2s2 അല്ലേ, 1s2 അപ്പോൾ 1s2 കംപ്ലീറ്റ്ലി ഫിൽഡാണ്. എസ്സിലാകെ 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡാണ്. അതുപോലെ തന്നെ നോബിൾ ഗ്യാസ് ആണ് അല്ലേ, സ്റ്റേബിൾ ആണ്. അപ്പോൾ അതിനൊരു ഇലക്ട്രോണെ സ്മോളറാണ്. അപ്പോൾ അതിനൊരു ഇലക്ട്രോൺ എടുക്കുക എന്ന് പറയുന്നത് എന്താണ്, ഹൈ എനർജി കൊടുത്താൽ മാത്രമേ നമുക്ക് അതിനൊരു ഇലക്ട്രോണിനെ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ 43ാമത്തെ ക്വസ്റ്റ്യനിലെ ബി പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതൊക്കെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് 2 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരിക എക്സാമിന്. അതിൽ 42ഉം 43ഉം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്ഷൻ എ, സെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 43 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എല്ലാവരും നിർബന്ധമായിട്ടും എല്ലാ വീഡിയോസും കാണാൻ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നന്നായിട്ട് എക്സാം എഴുതാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.